സ്വിറ്റ്സർലാൻഡിലെ ലോക സാമ്പത്തിക ഫോറം വേദിയിൽ തിളങ്ങി കേരളം. 2 പതിറ്റാണ്ടിനു ശേഷം ലോക സാമ്പത്തിക ഫോറത്തിൽ സാന്നിധ്യമറിയിച്ച കേരളത്തിന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രശംസയും ലഭിച്ചു. രംഗം ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടന്ന വാർത്താസമ്മേളനം. പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും. ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന്റെ വാക്കുകളിലേക്ക് ലോകം കാതോർത്തപ്പോൾ കേരളത്തിന് വിണ്ണോളം അഭിമാനം. രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്നും പുരോഗമന ചിന്താഗതിയുള്ള ജനങ്ങളാണ് കേരളീയരെന്നും പിശുക്കില്ലാത്ത അഭിനന്ദനം. Kerala is the best state, most progressive state. People are settling all over the world. Even today they are more patriotic. More money is FDI is going to Kerala maximum. Even other states, our people are investing in different places, but more patriotic, they are sending money to you. So this is a wonderful time. വ്യവസായ സൗഹൃദമല്ല കേരളമെന്ന പഴി കേട്ടുമടുത്ത സംസ്ഥാനം ഇത്തവണ ദാവോസിലെത്തിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഒന്നാമതെന്ന അഭിമാനത്തോടെയാണ്. ആഗോള നിക്ഷേപം ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള പവലിയനും ദാവോസിൽ സജീവമാണ്. We are trying to change the nature of business. That is our motto: nature, people, industry, and this renewable energy, knowledge-based industries. Now we are contributing 24% of the medical device industry turnover of the country. We are trying to attract more investment to these sectors. I hope if you can going together, then Kerala can be the destination of ESG investments of the world. വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള കേരള സംഘം വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപകരുമായി ചർച്ച നടത്തുന്നു. കഴിഞ്ഞ റാങ്കിങ്ങിലെ വ്യവസായ സൗഹൃദ ഇമേജ് പരമാവധി ഉപയോഗിക്കാനാണ് നീക്കം. അടുത്ത മാസം കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ നിക്ഷേപകരെ ക്ഷണിച്ചിട്ടുമുണ്ട് സംസ്ഥാനം. ബിസിനസ് ഡെസ്ക് 24.